ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് +2 HSC+2നകത്ത് ഇംഗ്ലീഷിൽ 7th ചാപ്റ്റർ ആയിട്ടുള്ള അമീഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വായിക്കുന്നത് ഒരു +2 ടോപ്പർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനകത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വായിക്കുന്നത്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന എക്സാം മേറ്റ് സഹപാഠി എന്ന് പറയുന്ന ഗൈഡിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു വെബ്സൈറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കുന്നത്. അപ്പോൾ ഏത് ബുക്കിൽ നിന്ന് പഠിച്ചാലും അതിൻ്റെ ആൻസർ ടു ദ പോയിൻ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്? അന്റോണിയോയും ഫെലിക്സും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ഉത്തരം ഇങ്ങനെയാണ്: അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് were both 17. They were so together in friendship that they felt like brothers. അതായത് രണ്ടുപേരും 17 വയസ്സുകാരായിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പിൽ അത്ര ഡീപ്പായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ സ്വയം ബ്രദേഴ്സ് ആണെന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ അത്ര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. ദേ ഹാഡ് നോൺ ഈച്ച് അതർ ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ അവർ സുഹൃത്തുക്കളായിരുന്നു. They grew up in the same building on the lower east side of Manhattan. അപ്പോൾ അവർ ഒരേ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് അവർ വളർന്നത്. അപ്പോൾ അത് മൻഹട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലോവർ ഈസ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ ഡിഡ് ദേ വർക്ക് ടു അച്ചീവ് ദർ ഡ്രീം? എങ്ങനെയാണ് അവർ അവരുടെ സ്വപ്നം അച്ചീവ് ചെയ്യാനായിട്ട് അവർ വർക്ക് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം എങ്ങനെയാണ്: ദേ ബോത്ത് ഹാഡ് എ ഡ്രീം. രണ്ടുപേർക്കും ഒരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. അതായത് ഒരു വേൾഡിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്രീം. വെനെവർ ദേ ഗോട്ട് എ ചാൻസ് ദേ എക്സസൈസ്ഡ്, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. അപ്പോൾ അവർക്കൊരു ചാൻസ് കിട്ടുമ്പോഴൊക്കെയും അവർ ഒരുമിച്ച് എക്സസൈസ് ചെയ്തിരുന്നു. എവിടെയാണ്? ചിലപ്പോഴൊക്കെ ബോയ്സ് ക്ലബിലും ചിലപ്പോഴൊക്കെ ജിമ്മിലും. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: ദേ വുഡ് റൺ എവറി ഡേ മോർണിംഗ് വെയറിംഗ് സ്വെറ്റ് ഷർട്ട്സ് ആൻഡ് ഷോർട്ട് ടവൽസ് എറൗണ്ട് ദർ നെക്സ്. എല്ലാ ദിവസവും രാവിലെ അവർ ഒരുമിച്ച് ഓടാൻ പോകുമായിരുന്നു. വെയറിംഗ് സ്വെറ്റ് ഷർട്ടുകളും കഴുത്തിന് ചുറ്റും ടവലും ഇട്ടുകൊണ്ടാണ് അവർ ഒരുമിച്ച് ഓടാൻ പോയിരുന്നത്. അടുത്ത പോയിന്റ്: ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. അവർക്ക് രണ്ടുപേർക്കും ഫൈറ്റ് മാഗസിൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്: ദേ ഓൾസോ കെപ്റ്റ് ദ ടോൺ ടിക്കറ്റ്സ് ഓഫ് ഓൾ ദ ബോക്സിംഗ് മാച്ചസ് ദേ ഹാഡ് ഗോൺ ടു സീ. അപ്പോൾ അവർ ഒരുമിച്ച് കാണാൻ പോയ എല്ലാ ബോക്സിംഗ് മാച്ചസിൻ്റെയും കീറിയ ടിക്കറ്റുകൾ രണ്ടുപേരും സൂക്ഷിച്ചിരുന്നു. അടുത്ത പോയിന്റ്: ദേ ഓൾസോ ഹാഡ് സം ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ. അപ്പോൾ അവരും ബോക്സിംഗ് ചാമ്പ്യൻസ് ആയിരുന്നല്ലോ, അപ്പോൾ അവരുടെ കുറേ ക്ലിപ്പിംഗ്സും അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് പോയിന്റ്സ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് വാസ് ദ വാൾ റൈസിംഗ് ബിറ്റ്വീൻ ദം? അതായത് അവരുടെ ഇടയ്ക്ക് ഉയർന്നു വന്നു എന്ന് തോന്നിയിരുന്ന വാള് അല്ലെങ്കിൽ ചുവര് എന്തായിരുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: ബീയിങ് ഫ്രണ്ട്സ് ദേ വേർ ടു എൻകൗണ്ടർ ഈച്ച് അതർ ഓൺ ദ ഫൈനൽസ് സ്കെഡ്യൂൾഡ് ആഫ്റ്റർ 2 weeks. അപ്പോൾ അതായത് അവർ ഫ്രണ്ട്സാണ്, എന്നിട്ടും അവർക്ക് ഒരു ഫൈറ്റിന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടേണ്ട ഒരു സാഹചര്യം വന്നു. അത് 2 വീക്കിന് ശേഷമായിരുന്നു ആ ഫൈറ്റ് സ്കെഡ്യൂൾ ചെയ്തിരുന്നത്. അടുത്ത പോയിന്റ്: ദേ ബോത്ത് വെർ വറീഡ് അബൌട്ട് ദിസ് ഫൈറ്റ് ആസ് ദേ ഫിയർഡ് ഇറ്റ് മേ അഫക്റ്റ് ദർ റിലേഷൻഷിപ്പ്. അപ്പോൾ രണ്ടുപേരും ഈ ഫൈറ്റിനെ പറ്റി വളരെയധികം വറീഡായിരുന്നു. കാരണം അവർക്ക് തോന്നി അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് അവരുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും, ഈ ഒരു ഫൈറ്റ് ബാധിക്കും എന്നവർക്ക് തോന്നി. അടുത്ത പോയിന്റ്: സോ ദേ ഫെൽറ്റ് എ വാൾ റേസിംഗ് ബിറ്റ്വീൻ ദം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കിടയിൽ ഒരു ചുമര് ഉയർന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ
ഫെലിക്സ് ഡിസൈഡ്സ് ടു ഗോ ടു ആണ്ട് ലൂസി. വൈ? എന്തുകൊണ്ടാണ് ഫെലിക്സ് ആണ്ട് ലൂസിയുടെ അടുത്ത് പോയി താമസിക്കാമെന്ന് തീരുമാനിച്ചത്? ഉത്തരം ഇങ്ങനെയാണ്: ബോത്ത് ഫെലിക്സ് ആൻഡ് ആന്റോണിയോ ഹാവ് കം ടു നോ ദാറ്റ് ദേ ഹാവ് ടു ഫൈറ്റ് ആൻ എലിമിനേഷൻ ബൗട്ട് and only the winner would go to take part in the Golden Gloves Championship tournament. അതായത് ഇവർ രണ്ടുപേരും ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. അതായത് രണ്ടുപേർക്കും ഒരു എലിമിനേഷൻ ഫൈറ്റ്, ബൗട്ട്, BOUT, ബൗട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നാണ് അർത്ഥം. ഒരു എലിമിനേഷൻ ബൗട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നറിന് മാത്രമേ ഗോൾഡൻ ഗ്ലവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. സോ ഫാർ ദേ ഹാവ് ബീൻ റണ്ണിങ് ടുഗെദർ ആൻഡ് വർക്കിംഗ് ഔട്ട് ടുഗെദർ. അപ്പോൾ അത്രയും നാൾ അവർ ഒരുമിച്ചാണ് ഓടാൻ പോയിരുന്നതും എക്സസൈസ് ചെയ്തിരുന്നതും ഒക്കെ ഒരുമിച്ചാണ്. Now they have to have a plan of their own to defeat his rival in the bout. ഇപ്പോൾ അവർക്ക് അവരുടെ റൈവൽ, അതായത് അവരുടെ എതിരാളിയെ ഒരു ഫൈറ്റിൽ തോൽപ്പിക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ദേ തോട്ട് ഇറ്റ് വാസ് ബെറ്റർ ദാറ്റ് ദേ സെപ്പറേറ്റഡ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഇപ്പോൾ ഏറ്റവും നല്ലത് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ഫെലിക്സ് ഡിസൈഡ്സ് ടു ഗോ ടു ആണ്ട് ലൂസി. അതുകൊണ്ടാണ് ഫെലിക്സ് ആണ്ട് ലൂസിയുടെ അടുത്ത് പോയി നിൽക്കാമെന്ന് തീരുമാനിച്ചത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കമ്പയർ ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് അമീഗോ ബ്രദേഴ്സ് ഓൺ ദ ഈവ് ഓഫ് ദർ ഫൈറ്റ്. അതായത് അവരുടെ ഫൈറ്റിന് തൊട്ട് മുമ്പുള്ള ഈവ്, അതായത് ഈവനിങ്ങിൽ ഫെലിക്സിൻ്റെയും ആന്റോണിയോൻ്റെയും ചിന്ത എങ്ങനെയായിരുന്നു? ആൻസർ ഇങ്ങനെയാണ്: ദ ഈവനിങ് ബിഫോർ ദ ബിഗ് ഫൈറ്റ് ആന്റോണിയോ മെയ്ഡ് ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. ആന്റോണിയോ ആ ഫൈറ്റിന് തലേന്ന് രാത്രിയിൽ ആന്റോണിയോൻ്റെ റൂഫിൽ, താമസിച്ചിരുന്ന വീട്ടിൻ്റെ റൂഫിൽ പോയി. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. അപ്പോൾ ഫെലിക്സിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹി തോട്ട് ഹി ഹാഡ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിനെ റെഡിയാക്കി എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു. He would knock out Felix early and quickly so that he does not get hurt by a long fight. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഫെലിക്സിനെ ആദ്യം തന്നെ ഇടിച്ചിടും, അപ്പോൾ പിന്നെ വീണ്ടും ഫെലിക്സിനെ ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ടി വരില്ലല്ലോ എന്ന് തീരുമാനിക്കുകയാണ് ആന്റോണിയോ. അതേസമയം ഫെലിക്സ് എന്ത് ചെയ്തു? ഫെലിക്സ് ഡിസൈഡഡ് ടു വാച്ച് എ മൂവി in an effort to keep Antonio's face away from his mind and fist. അപ്പോൾ ഫെലിക്സ് തൻ്റെ മനസ്സിൽ നിന്നും ആന്റോണിയോൻ്റെ മുഖം ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണുകയാണ്, ഒരു മൂവി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നിന്നും ഫിസ്റ്റിൽ നിന്നും, FISTS, ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഷ്ടി എന്നാണ് അർത്ഥം. The film was The Champion acted by Kirk Douglas. അപ്പോൾ Kirk Douglas ആക്ട് ചെയ്ത ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയാണ് ഫെലിക്സ് കണ്ടത്. The champion was getting beaten. അപ്പോൾ ഈ ചാമ്പ്യനെ, അതായത് അതിൻ്റെ ഹീറോ വളരെയധികം ഇടികൊണ്ട് ബീറ്റണപ്പ് ആവുന്ന ഒരു സാഹചര്യം ആ മൂവിയിലുണ്ട്. ഫെലിക്സ് ഗോട്ട് എ ഷോക്ക്. അപ്പോൾ ഫെലിക്സിന് അതൊരു വിഷമമായിട്ട് തോന്നി, ഒരു ഷോക്കായിരുന്നു. He imagined himself in the ring blasting Antonio against the ropes. അപ്പോൾ ഫെലിക്സ് ഇമാജിൻ ചെയ്തു, ഞാൻ ആന്റോണിയോയിനെ ആ റോപ്പ്, അതായത് ചുറ്റും കെട്ടിയിരിക്കുന്ന കയറിനോട് ചേർത്ത് ഇടിച്ച് നിർത്തുന്നതായിട്ട് ഫെലിക്സ് ഇമാജിൻ ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 6ൽ both Antonio and Felix wanted to win the first round. What might be the reason? അതായത് രണ്ടുപേർക്കും ആദ്യത്തെ റൗണ്ട് ജയിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് അതിന് കാരണം? ഉത്തരം ഇങ്ങനെയാണ്: both Antonio and Felix wanted to win in the first round because they both wanted to win, and at the same time they did not want to hurt each other by extending the fight into 3 full rounds. അതായത് രണ്ടുപേർക്കും ജയിക്കണമെന്നുണ്ട്, മാത്രമല്ല രണ്ടുപേരും 3 നീണ്ട റൗണ്ടുകളിലേക്ക് ആ ഒരു ഫൈറ്റ് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം രണ്ടുപേർക്കും പരസ്പരം ഹേർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു, അതായിരുന്നു കാരണം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ 7:
The Amigo brothers were popular as boxers. How do you know? ഇവർ രണ്ടുപേരും ബോക്സേഴ്സ് എന്നുള്ള നിലയ്ക്ക് വളരെ പോപ്പുലറാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? ഉത്തരം ഇങ്ങനെയാണ്. They were popular as boxers. We know that from the fact that large posters about the fight was plastered all over the walls. നമുക്ക് മനസ്സിലാവുന്നത് ഈ കഥയിൽ അവരുടെ ഫൈറ്റ് നടക്കുന്നതിന് മുന്നേ ചുവരുകളിലെല്ലാം ഇവരുടെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് അതിനൊരു തെളിവാണ്. ദ ഫൈറ്റ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. മാത്രമല്ല ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആ ചുറ്റുവട്ടത്തൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. അടുത്ത പോയിന്റ്, ബോത്ത് ദ ബോയ്സ് വെർ ലൈക്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ആൻഡ് ഈച്ച് ഹാഡ് ഹിസ് ഓൺ ലോയൽ ഫാൻസ്. അതായത് രണ്ടുപേരും ആ ഒരു പ്രദേശത്ത് ആൾക്കാരാൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. മാത്രമല്ല ദേ ഹാഡ് ദെയർ ഓൺ ലോയൽ ഫാൻസ്. രണ്ടുപേർക്കും ആരാധകരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ 8 ഇങ്ങനെയാണ്. ഡു യു തിങ്ക് ദാറ്റ് അമിഗോ ബ്രദേഴ്സ് ഫോട്ട് ഫിയേഴ്സ്ലി ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട്സ്? വാട്ട് മേക്സ് യു തിങ്ക് സോ? അതായത് ആദ്യത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും അമിഗോ ബ്രദേഴ്സ് വളരെ വയലൻ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തോ? എങ്ങനെയാണ് നിങ്ങൾക്കത് തോന്നിയത്? ആൻസർ ഇങ്ങനെയാണ്. യെസ് ഐ ഡു. അതെ, ഞങ്ങൾക്ക് വായനക്കാർക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. ദ അമിഗോ ബ്രദേഴ്സ് ഫോട്ട് ഫിയേഴ്സ്ലി ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട്സ്. അമിഗോ ബ്രദേഴ്സ് ആദ്യത്തെയും രണ്ടാമത്തെയും റൗണ്ടുകളിൽ വളരെ വയലൻ്റ് ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. In the first round, we see Antonio countering the attack of Felix with three lefts that snapped Felix's head back. അതായത് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ കാണുന്നു അന്റോണിയോ കൗണ്ടറിങ് ദ അറ്റാക്ക് ഓഫ് ഫെലിക്സിൻ്റെ അറ്റാക്ക് എതിർക്കുകയാണ്. എങ്ങനെ? വിത്ത് 3 ലെഫ്റ്റ്സ്, 3 ലെഫ്റ്റ് പഞ്ചോടുകൂടി. ദാറ്റ് സ്നാപ്ഡ് ഫെലിക്സ് ഹെഡ് ബാക്ക്. അപ്പോൾ അത് ഫെലിക്സിൻ്റെ തല പുറകിലേക്ക് ഇടിച്ചു മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് കോസിങ് ത്രൂ ഹിം. അപ്പോൾ അത് ഫെലിക്സിന് ഒരു ഷോക്ക് ഉണ്ടാക്കുകയാണ്. അടുത്ത പോയിന്റ്, എഗെയിൻ വി സീ അന്റോണിയോ ക്രാഷിംഗ് 2 ലെഫ്റ്റ്സ് ടു ഫെലിക്സ് ഹെഡ് വിച്ച് മെയ്ഡ് ഹിസ് റൈറ്റ് ഇയർ റിംഗ്. വീണ്ടും അന്റോണിയോയുടെ 2 ലെഫ്റ്റ് പഞ്ചുകൾ ഫെലിക്സിൻ്റെ ചെവിയിൽ ഒരു മുഴക്കം സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇൻ ദ സെക്കൻഡ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ടിലാകട്ടെ, വി സീ നൈദർ ഫൈറ്റർ ഗിവിങ് ആൻ ഇഞ്ച്. അതായത് രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. വി സീ അന്റോണിയോ ഗെറ്റിംഗ് എ ഷോട്ട് റൈറ്റ് ഓൺ ഹിസ് ചിൻ. നമ്മൾ കാണുന്നു അന്റോണിയോയുടെ താടിക്ക് ഒരു ഇടി കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ടേണിങ് ഹിസ് ലെഗ്സ് ഇൻ ടു ജെല്ലി. അപ്പോൾ അന്റോണിയോയുടെ കാല് കുഴഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വി സീ ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ ത്രോയിങ് വൈൽഡ് പഞ്ചസ് അറ്റ് അന്റോണിയോ ഫ്രം എവ്രി ഡിറക്ഷൻ. നമ്മൾ ഫെലിക്സ് ഒരു ബുള്ളിനെ പോലെ, ഒരു പോരുകാളയെ പോലെ മുരണ്ടുകൊണ്ട് അന്റോണിയോനെ ആക്രമിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ത്രോയിങ് വൈൽഡ് പഞ്ചസ് അറ്റ് അന്റോണിയോ ഫ്രം എവ്രി ഡിറക്ഷൻ. അതായത് എല്ലാ ഭാഗത്തു നിന്നും വളരെ വയലൻ്റ് ആയിട്ടുള്ള ഇടികൾ അന്റോണിയോന് കൊടുക്കുന്ന ഫെലിക്സിനെയാണ് നമ്മൾ കാണുന്നത്. സോ ബോത്ത് were trying to win by hitting the other as hard as they could. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടുപേരും ജയിക്കാൻ വേണ്ടിയിട്ട് എതിരാളിയെ മാക്സിമം അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ഇങ്ങനെയാണ്. ഹൂ ഡു യു തിങ്ക് വിൽ വിൻ ഇൻ ദ എൻഡ്? ആരായിരിക്കും ജയിക്കുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. ബോത്ത് വിൽ വിൻ. രണ്ടുപേരും ജയിക്കും. Neither of them fell to the canvas and the referee and the 2 trainers had to pry Felix and Antonio apart. അതായത് രണ്ടുപേരിൽ ആരും തന്നെ ആ നിലത്ത് വിരിച്ചിരിക്കുന്ന ക്യാൻവാസിൽ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല ലാസ്റ്റ് റൗണ്ട് തീർന്നതിന് ശേഷവും രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും റെഫറിയും ട്രെയിനേഴ്സും ചേർന്ന് അവരെ ബലമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻ ഫാക്ട് ദർ ഫ്രണ്ട്ഷിപ്പ് വൺ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവസാനം ജയിച്ചത് അവരുടെ സൗഹൃദമാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഇങ്ങനെയാണ്.
The Amigo brothers rushed at each other after the final bout. Why? What does this tell us about their relationship? അതായത് ലാസ്റ്റ് ബൗട്ട് ഫൈറ്റിന് ശേഷം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് അത്? അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്: The Amigo brothers rushed at each other after the final bout because they were proud of each other. അപ്പോൾ രണ്ടുപേരും ലാസ്റ്റ് ഫൈനൽ ബൗട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ സുഹൃത്തിനെ പറ്റി വളരെയധികം അഭിമാനിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ ഓടിച്ചെന്നത്. They knew they would always be champions to each other. അപ്പോൾ അവർ മനസ്സിലാക്കി, അതായത് അവർ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പ്യൻസ് ആയിരിക്കും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അടുത്ത പോയിന്റ്, ദിസ് ടെൽസ് us that their friendship is very strong and indestructible. അതായത് ഇത് നമ്മൾ വായനക്കാരന് മനസ്സിലാക്കി തരുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ശക്തമാണെന്നും അത് ഒരിക്കലും ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർക്ക് തമ്മിലുള്ളത്. അടുത്തത് തിങ്ക് ആൻഡ് റൈറ്റ് വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: There are lots of similarities and differences between Antonio and Felix. List them. അതായത് അന്റോണിയോയും ഫെലിക്സും തമ്മിൽ ധാരാളം സാമ്യങ്ങളുമുണ്ട്, ഡിഫറൻസസും ഉണ്ട്. എന്തൊക്കെയാണ് അത്? അപ്പോൾ സിമിലാരിറ്റീസ് ഇതൊക്കെയാണ്, അതായത് സാമ്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? They both are young boys of 17. രണ്ടുപേരും 17 വയസ്സുള്ള കുട്ടികളാണ്. They both are Puerto Ricans. രണ്ടുപേരും പ്യൂട്ടോറിക്കൻസ് ആണ്. They both want to become a lightweight champion of the world. രണ്ടുപേരുടെയും ആഗ്രഹം അവർക്ക് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻസ് ആകണം എന്നുള്ളതാണ്. അടുത്തത്, they both run in the mornings. രണ്ടുപേരും ഒരുമിച്ച് രാവിലെ ഓടാൻ പോകുന്നു. They both live in the same building on the lower east side of Manhattan. മൻഹട്ടാനിലെ ലോവർ ഈസ്റ്റ് സൈഡിലെ ഒരേ കെട്ടിടത്തിലാണ് രണ്ടുപേരും താമസിക്കുന്നത്. They love each other very much. രണ്ടുപേരും പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Neither of them wants the other to be hurt, although they both want to win. രണ്ടുപേരും ജയിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്, അതേസമയം തൻ്റെ സുഹൃത്തിനെ വേദനിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ രണ്ടുപേരും തമ്മിൽ സിമിലറാണ്. ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോൻ്റെ അപ്പിയറൻസ് ആണ്, അന്റോണിയോ ഫെയർ ആണ്, അതായത് ലൈറ്റ് സ്കിൻ, വെളുത്ത നിറമുള്ള ആളാണ്. ലീനാണ്, മെലിഞ്ഞിട്ടാണ്. ലാങ്കിയാണ്, അതായത് ഹൈറ്റ് ഉണ്ട്, മെലിഞ്ഞ രൂപമാണ് അന്റോണിയോ. എന്നാൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് ഇരുണ്ടിട്ടാണ്, ഷോർട്ടാണ്. അന്റോണിയോൻ്റെ അത്ര ഹൈറ്റ് ഇല്ല, ഹസ്കിയാണ്, അതായത് നല്ല സ്ട്രോങ് ലുക്കുള്ള ഒരു മനുഷ്യനാണ്. അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോൻ്റെ മുടിയാണെങ്കിൽ എപ്പോഴും കണ്ണിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്ന രീതിയിലാണ്. വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ ആൻ ആഫ്രോ സ്റ്റൈൽ. ഫെലിക്സിൻ്റെ ഹെയർ ഒരു ആഫ്രോ സ്റ്റൈലിൽ, അതായത് ആഫ്രിക്കൻ സ്റ്റൈലിലാണ് ഫെലിക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫെലിക്സ് വെയ്റ്റഡ് 134 pounds. ഫെലിക്സിൻ്റെ വെയ്റ്റ് 134 pounds-ഉം അന്റോണിയോൻ്റെ വെയ്റ്റ് 133 pounds-ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്റോണിയോ ആൻഡ് ഫെലിക്സ് ആർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. അന്റോണിയോയും ഫെലിക്സും വളരെ അടുത്ത ഫ്രണ്ട്സാണ്. ഡു യു കീപ് സച്ച് ഇൻറ്റിമസി വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളോടാണ് ചോദ്യം. നിങ്ങൾക്ക് അത്രയും ഇൻറ്റിമസി ഉള്ള ഫ്രണ്ട്സ് ഉണ്ടോ? ഡിസ്ക്രൈബ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി? അതായത് ഈ കഥയിലുള്ള പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ബലംപിടുത്തം എന്താണ്? ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി ഈസ് ദാറ്റ് ഓഫ് ആംബിഷൻ. അതായത് ആഗ്രഹം എന്നുള്ളതാണ് ഈ സ്റ്റോറിയിലുള്ള മെയിൻ കോൺഫ്ലിക്റ്റ്. ബോത്ത് അന്റോണിയോ ആൻഡ് ഫെലിക്സ് wanted to be champions. രണ്ടുപേർക്കും ചാമ്പ്യൻസ് ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ബട്ട്
only one of them can be a champion. പക്ഷേ അവരിൽ ഒരാൾക്ക് മാത്രമേ ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. സോ ദേ ഡിസൈഡ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അതുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇൻ ദ എൻഡ് ദേ റിയലൈസ് ദേ ബോത്ത് ആർ ഈക്വലി ഡിറ്റർമിൻഡ് ആൻഡ് ഈക്വലി സ്ട്രോങ്. എന്നാൽ അവസാനം അവർ മനസ്സിലാക്കുന്നു രണ്ടുപേരും ഒരുപോലെ നിശ്ചയദാർഢ്യമുള്ളവരാണെന്നും ഒരുപോലെ ശക്തരാണെന്നും അവർ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The crowd was enthusiastic in the beginning. Why did people get worried in the end? അതായത് ഈ കാണികൾ ആദ്യം വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു, വളരെ ഊർജ്ജസ്വലരായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം അവർ എന്തുകൊണ്ടാണ് വറീഡ് ആയത്? ഉത്തരം ഇങ്ങനെയാണ്. The crowd was enthusiastic in the beginning. Large posters about the fight were plastered all over the walls. അപ്പോൾ കാണികൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ഫൈറ്റിനെ പറ്റിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ എല്ലാ ചുവരുകളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. The fight created great interest in the neighborhood. ആ പ്രദേശവാസികളെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ ഫൈറ്റിനെ പറ്റി. Both the boys were liked and respected and each had his own loyal fans. അപ്പോൾ രണ്ടുപേരെയും ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു, രണ്ടുപേർക്കും ഫാൻസ് ഉണ്ടായിരുന്നു. ആസ് ദേ ഗേവ് ഈച്ച് അതർ പഞ്ചസ് ദ ക്രൗഡ് വാസ് എന്തൂസിയാസ്റ്റിക് ആൻഡ് ലൗഡ്ലി ചിയേർഡ് ദം. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന സമയത്ത് കാണികൾ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയി, വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി അവർ ചിയർ ചെയ്തു, അവർ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിച്ചു. ബട്ട് ഇൻ ദ തേർഡ് റൗണ്ട് ദ ഫൈറ്റ് ഓൾമോസ്റ്റ് ബിക്കെയിം എ ലൈഫ് ആൻഡ് ഡെത്ത് അഫെയർ. എന്നാൽ മൂന്നാമത്തെ റൗണ്ടിലെത്തിയപ്പോൾ ഈ ഫൈറ്റ് ഒരു മരണക്കളിയായിട്ട് മാറുകയായിരുന്നു. Both were punching each other so hard that even the referee got worried. അപ്പോൾ ലാസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. റെഫറി പോലും worried ആയിപ്പോയി. They did not stop the fight even when the bell rang repeatedly. ബെല്ലടിച്ചിട്ട് പോലും അവർ ഫൈറ്റ് നിർത്തിയില്ല. And this made the people worried. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ worried ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നോ ഡ്രീംസ് ക്യാൻ ബി റിയലൈസ്ഡ് വിത്തൗട്ട് എഫേർട്ട്. ഹൗ ഫാർ ഇസ് ദിസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് അന്റോണിയോ ആൻഡ് ഫെലിക്സ്? അതായത് ഒരു സ്വപ്നവും നമുക്ക് എഫേർട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാതെ നമുക്കൊന്നും ഒരു സ്വപ്നവും ഫലിക്കില്ല. എങ്ങനെയാണ് നമുക്ക് ഫെലിക്സിൻ്റെയും അന്റോണിയോൻ്റെയും കഥയിലൂടെ ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്. നോ ഡ്രീംസ് ക്യാൻ ബി റിയലൈസ്ഡ് വിത്തൗട്ട് എഫേർട്ട്. ഒരു സ്വപ്നവും നമുക്ക് എഫേർട്ട് എടുക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ ഒന്നും നടക്കില്ല. ദിസ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് അന്റോണിയോ ആൻഡ് ഫെലിക്സ്. അന്റോണിയോൻ്റെയും ഫെലിക്സിൻ്റെയും കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. ദേ ബോത്ത് കണ്ടിന്യൂഡ് വർക്കിംഗ് ഹാർഡ് ടിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഫൈറ്റ്. അതായത് രണ്ടുപേരും ആ ഫൈറ്റിൻ്റെ തലേദിവസം വരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. They even decided to go their separate ways till the fight was over. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ സ്വയം പിരിയാൻ തീരുമാനിക്കുന്നു. In the fight also they did not spare the opponent because he was his friend. അതായത് ഈ ഫൈറ്റിൽ പോലും തൻ്റെ സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് എതിരാളിയെ വെറുതെ വിടുന്നില്ല. They tried their best to win. രണ്ടുപേരും ജയിക്കാൻ വേണ്ടി അവരുടെ മാക്സിമം അവർ ശ്രമിച്ചു. നോ പെയിൻ നോ ഗെയിൻ. അതായത് ഒരു കഷ്ടത എടുക്കാതെ, ഒരു കഷ്ടപ്പാടില്ലാതെ ഒരിക്കലും ഒരു ലാഭവും നമുക്ക് കിട്ടില്ല. There is a saying in English. ഇങ്ങനെ ഒരു saying ഉണ്ട്. The finest pearls are found in the deepest part of the ocean. അതായത് കടലിൻ്റെ ആഴത്തട്ടിലാണ് വളരെ അമൂല്യമായിട്ടുള്ള മുത്തുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് only those who make genuine efforts can get these pearls. അതായത് ഈ പേളുകൾ കിട്ടണമെങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. പിന്നെ ഈ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ നിന്ന് മറ്റ് ആക്ടിവിറ്റീസ് വരാവുന്നത്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. അതായത് ഈ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു റിപ്പോർട്ടറാണ്. അപ്പോൾ ഈ അന്റോണിയോയും ഫെലിക്സും എന്ന് പറയുന്ന രണ്ട് ചാമ്പ്യൻസ് തമ്മിലുള്ള ഫൈറ്റിനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ.
അപ്പോൾ അത് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ ഇവിടെ സ്പാനിഷിലും അത് ഇംഗ്ലീഷിലുമൊക്കെ. അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് എഴുതി ഉണ്ടാക്കുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.